ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിങ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും പല ആളുകൾക്കും പേടിയാണ്. ഇനി അങ്ങോട്ട് മസ്റ്ററിങ് പരാജയപ്പെടുമോ, തുക ലഭിക്കില്ലേ, അപ്പോൾ തുക ലഭിക്കാതിരുന്ന എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ്. മസ്റ്ററിങ് കഴിയുന്നതോടുകൂടി തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കായിരിക്കും ഇനി അങ്ങോട്ട് പെൻഷൻ കിട്ടത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, തുക കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് മസ്റ്ററിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വരെ തട്ടിപ്പ് കാണിച്ച് ഈ ഒരു ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു മസ്റ്ററിങ്ങിൻ്റെ നടപടി പൂർത്തിയാവുന്നതോടുകൂടി തന്നെ വളരെയധികം ആളുകൾ പുറത്തു പോകും. പ്രത്യേകിച്ച് നമുക്ക് ഉയർന്ന സാമ്പത്തിക നിലവാരമൊക്കെ ഉള്ള ആളുകൾ, മറ്റു പെൻഷനൊക്കെ വാങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന വരുമാന സ്രോതസ്സുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇനി ഉടനെ തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇത് മസ്റ്ററിങ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല, മസ്റ്ററിങ് നടത്തുമ്പോൾ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അങ്ങോട്ട് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതുള്ളൂ. പക്ഷേ ഈ മസ്റ്ററിങ്ങിൻ്റെ ഈ ഒരു സമയം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കർശനമായുള്ള പിടുത്തം വരികയാണ്. നമ്മളുടെ വീടാന്തരം കയറിയുള്ള പരിശോധന ഉണ്ടാവും, വീടുകളിലേക്കുള്ള പരിശോധന ഉണ്ടാവും. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമൊക്കെ ഉള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മറ്റേതെങ്കിലും ക്ഷേമനിധി പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾ, അവർക്കും തീർച്ചയായിട്ടും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ചില ആളുകൾക്ക് 600 രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, വീടുകളിൽ ആരെങ്കിലും സർക്കാർ ജോലിയോ അർദ്ധ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ മറ്റേതെങ്കിലും പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക അങ്ങോട്ട് തടസ്സപ്പെടാൻ പോവുകയാണ്. മാത്രവുമല്ല, ഞാൻ മുൻപ് തന്നെ പറഞ്ഞു, നമ്മളുടെ വീടുകളിലെത്തിയുള്ള പരിശോധന, ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ കർശനമായിട്ട് പരിശോധിച്ച് അത് അർഹതയുള്ള ആളുകളിലേക്ക് എത്തും. അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ, വിധവാ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ വീണ്ടും പുനർവിവാഹിതരായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ വീണ്ടും തടസ്സപ്പെടും. അത് കണ്ടെത്തി അതിനുള്ള നടപടികളുണ്ടാകും. അവിവാഹിത പെൻഷൻ വാങ്ങുന്ന വിവാഹിതരായിട്ടുള്ള ആളുകൾ, അവർക്ക് പെൻഷൻ തടസ്സപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റ്, ഒരു 8-9 ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റിലൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം ക്ഷേമ പെൻഷൻ ഇനി അങ്ങോട്ട് തടസ്സപ്പെടാൻ പോവുകയാണ്. ഇതിൻ്റെ നടപടിക്രമങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ